നമ്മൾ കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് കുറച്ച് ദിവസമായി കണ്ടിട്ട് വീണ്ടും വീഡിയോ ചെയ്യാൻ വന്നു എന്നൊക്കെ പറയുന്നതിലൊരു കാര്യമില്ല. കുറച്ച് തിരക്കുകളൊക്കെ ആയി ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് യാത്രകൾ വന്നുകൊണ്ടാണ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നലെ തൊട്ട് കേൾക്കുന്ന ഒരു വാർത്തയാണ്. 2023 കേട്ടൊരു വാർത്തയാണ്. ഇപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് വീണ്ടും വാർത്തകൾ കേൾക്കാൻ ഇടയുണ്ടായി. അതിൽ എനിക്ക് സഹതാപം വേറൊരു വ്യക്തിയോടാണ്. അപ്പോൾ ആരാണ്, ഏതാണ്, എന്താണ് എന്നൊക്കെ നോക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ ചാനലിൽ എപ്പോഴൊക്കെ വീഡിയോ വരുമോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, ഓടിച്ചാടി വന്ന് വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ സബ്ജക്റ്റിലേക്ക് വരാം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരാളെക്കുറിച്ച് ഓർത്തത് ഭയങ്കരമായിട്ട് സഹതാപം തോന്നുന്നു. അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെ ആയിരിക്കും അല്ലേ, ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എന്താ ഇനി ഈ സാധനം എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. ഇന്നലെ ഞാനൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തപ്പോൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അതിൻ്റെ കൂട്ടത്തിൽ വന്നൊരു സാധനമാണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല, ഇത് എന്താണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഇനി ഇത് തുറന്ന് നോക്കിയാൽ അറിയുള്ളൂ എന്താ സാധനം എന്നുള്ളത്. അതായത് ഈ കെട്ടൊക്കെ അഴിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും എന്താണെന്ന്. പക്ഷേ ഇതുവരെ ഞാനത് അഴിച്ച് നോക്കാൻ പോയില്ല. അത് അഴിച്ച് നോക്കാത്തത് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഉപകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, ഈ വലിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇതാണ് നമ്മുടെ വട്ടിയൂർക്കാവ് അജിത്ത് മാമൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. 2023 സവാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അവൻ ബസ്സിൽ വെച്ചിട്ട് ലൈംഗിക അതിക്രമം കാണിച്ചിട്ട് കണ്ടക്ടറും ഒക്കെ കൂടി അവനെ ഓടിച്ചിട്ട് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച് അവസാനം പോലീസ് അവനെ ജാമ്യത്തിൽ വിട്ടപ്പോൾ അവന് പോയിട്ട് പൂമാലയും പുഷ്പചക്രമൊക്കെ അർപ്പിച്ച മഹാന്മാരാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ അതിൻ്റെ പ്രസിഡൻ്റായ വട്ടിയൂർക്കാവ് അജിത് കുമാർ. വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ വീട്ടിലൊരു 3 കിലോമീറ്റർ അപ്പുറത്താണ്. പക്ഷേ ഈ മഹാമാന്യ ദേഹത്തെ ഞാനിതുവരെ കണ്ടിട്ടില്ല, ഒരിക്കലും കാണരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സവാദ് വീണ്ടും ഒരു പെൺകുട്ടിക്ക് നേർക്ക് ലൈംഗിക അതിക്രമം കാണിച്ചിട്ട് പഴയതുപോലെ തന്നെ ഇറങ്ങി ഓടി അവസാനം ഒളിവിൽ പോയി. ഈ പെൺകുട്ടി കൊണ്ട് കേസ് കൊടുത്തു. സവാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഇന്ന് കോടതിയിൽ ഹാജരാക്കി. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ ഈ വട്ടിയൂർക്കാവ് അജിത്ത് മാമനെ ഒരു ചാനലിൽ ഇന്ന് കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഞാൻ ആ നിലപാടുകൾ കേട്ടപ്പോഴേ ഇയാൾ എന്തു മനുഷ്യനാണ്, ഇയാളാണോ പുരുഷന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന മഹാമാന്യ ദേഹം എന്നൊക്കെ തോന്നിപ്പോയി. മുൻപൊരിക്കൽ 24 തോന്നുന്നു ഹാഷ്മി ഇട്ട് അലക്കി തേച്ച് വിട്ടതാണ്. സ്വന്തം അമ്മേനെയും ഭാര്യനെയും വരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു മാന്യദേഹമാണ് ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സവാദിന് എതിരാണോ ഇയാൾ സംസാരിക്കുന്നത് അതോ സവാദിന് അനുകൂലമായിട്ടാണോ സംസാരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അത് വേറെ കാര്യം. അന്ന് ഇയാളൊക്കെ കൂടി കൊടുത്ത ഒരു ഇൻസ്പിറേഷനാണ്. കാരണം എന്ത് തെറ്റ് ചെയ്താലും ഇവരെ കൊണ്ട് സംരക്ഷിക്കാൻ എന്ന രീതിയിലുള്ളൊരു സപ്പോർട്ടാണ് ഈ പറയുന്ന വട്ടിയൂർക്കാവ് അജിത് കുമാർക്ക് കൊടുത്തത്. അതാണ് ആ ജയിലിൻ്റെ മുന്നിൽ കണ്ട പൂമാലിടലും ആ ആഡംബരവും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇവൻ ഇതൊരു നിത്യ തൊഴിലായിട്ട് മാറ്റി. കാരണം ഒരുപാട് പേരുടെ കമൻറ്റുകൾ നമ്മൾ ആ സമയത്ത് ആ പെൺകുട്ടിയുടെ ആദ്യത്തെ പെൺകുട്ടിയുടെ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ പരാതി പറയാത്ത എത്രയോ പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവും ഈ 2 വർഷത്തിനിടയ്ക്ക്. അത് ഈ പെൺകുട്ടി പറയുന്നുമുണ്ട്. ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഒരു മീഡിയ റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ ഇവൻ്റെ ഈ ലൈംഗിക അതിക്രമത്തിന് വിക്ടിമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിക്ടിംസ് ആയിട്ടുണ്ടാവും. പക്ഷേ പരാതിപ്പെടാൻ ധൈര്യം കാണിക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം യാത്ര പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. യാത്ര പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നേത്രാവതിയിലാണ് തിരിച്ചു വന്നത്. തിരിച്ചു വരുന്ന സമയത്ത് AC കോച്ചായിരുന്നു. ഏകദേശം കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്നതിന് തൊട്ട് മേളത്തെ ബർത്തിൽ ഒരു ആൻറ്റി ഉറങ്ങിക്കിടക്കുമായിരുന്നു. അവർ എഴുന്നേറ്റ് താഴേക്ക് വന്നു. ആൻറ്റി തൊട്ട് ഓപ്പോസിറ്റ് ഒരു അങ്കിളിനോട് എന്തോ സംസാരിക്കും. അപ്പോൾ ഞാൻ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വ്യക്തമായില്ല. ഞാൻ ഹെഡ്ഫോൺ പെട്ടെന്ന് മാറ്റിയിട്ട് എന്തോ സീരിയസ് ആണെന്ന് മനസ്സിലായിട്ട് ഞാൻ ഹെഡ്ഫോൺ മാറ്റിയിട്ട് എന്താണെന്ന് ഞാൻ ഈ ആൻറ്റിയോട് ചോദിച്ചു. അപ്പോൾ അവരെപ്പോഴും പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഈ ആൻറ്റി കിടക്കുന്നതിന് മുൻപായിട്ട് അവർ ഇരുന്ന സീറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരാൾ ഇരുന്നിട്ട് ഇവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കണ്ണും മാറ്റാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ അടുത്ത് പ്രഗ്നൻ്റ് ആയ ഒരു ലേഡിയും, അത് അയാളുടെ വൈഫാണെന്ന് ഇവർ പറയുന്നുണ്ട്. പ്രഗ്നൻ്റ് ആയ ഒരു ലേഡിയും കൂടി ഇരിപ്പുണ്ട്. അവരെ അടുത്തിരുത്തിക്കൊണ്ടാണ് ഇയാൾ ഈ നോട്ടം. അപ്പോൾ ഇവർക്കത് സഹിക്കാൻ പറ്റാതെ അയാളുടെ ആ പ്രഗ്നൻ്റ് ആയ ഒരു ഭാര്യയെ കരുതി മാത്രമാണ്, അവരെ നാണം കെടുത്തണമെന്ന് കരുതി മാത്രമാണ് ഇവർ വേറെ റിയാക്ട് ചെയ്യാത്തതെന്ന് ആൻറ്റി പറയുന്നുണ്ട്. ഇവർ നേരെ ബർത്തിൽ കയറിയിട്ട്, സൈഡ് അപ്പറായിരുന്നു, ആ സൈഡ് അപ്പർ ബർത്തിൽ കയറിയിട്ട് അവർ കിടന്നു. ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ഇവർക്ക് ഓപ്പോസിറ്റായിട്ട് വീണ്ടും വന്നിരുന്നിട്ട് അവർ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്ത് ചെയ്തു, ഉറങ്ങാനുള്ള ഒരു മൂഡായിരുന്നു, അവരങ്ങ് ഉറങ്ങുകയും ചെയ്തു. ഈ കാര്യമാണ് ഇവർ പറയുന്നത്. അപ്പോൾ ബസ്സിൽ മാത്രമല്ല ട്രെയിനിലും ഇമാതിരി തോന്നിവാസങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി റിയാക്ട് ചെയ്താൽ മാത്രമേ ഇവരൊക്കെ നിർത്തുള്ളൂ. അയാളുടെ ഭാര്യ അറിയട്ടെ, അവിടെ മനുഷ്യത്വം കാണിച്ചിട്ട് കാര്യമില്ല. കാരണം അയാൾ ആ മനുഷ്യത്വം കാണിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു. ഞങ്ങൾ 3 ആളും നല്ലതായിട്ട് പരിചയപ്പെട്ടു. പറഞ്ഞു വന്നപ്പം ഈ ആൻറ്റി എൻ്റെ വീട്ടിന് തൊട്ടപ്പുറത്തെ താമസം, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറയാൻ കാരണം, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. പ്രതികരിക്കുന്നവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി പ്രതികരിച്ചാലോ, ചിലപ്പോൾ പ്രതികരിക്കുന്ന പെൺകുട്ടി
അവിടെ ക്രൂശിക്കപ്പെടും. പല സമയത്തും നമ്മൾ കാണുന്ന കാഴ്ചകൾ അങ്ങനെയൊക്കെയാണ്. എന്തായാലും നമുക്ക് കാര്യം ചെയ്യാം. നമ്മൾ വട്ടിയൂർക്കാവ് അജിത് മാമൻ്റെ സംസാരം എന്തൊക്കെയാണ് നമുക്കത് കേൾക്കാം. അത് കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. അജിത് കുമാർ നമുക്കൊപ്പം ചേരുന്നു. വട്ടിയൂർക്കാവ് അജിത് കുമാർ, നിങ്ങൾ പുതിയ മാലയ്ക്കും ലഡുവിനും ഒക്കെ ഓർഡർ കൊടുത്തോ സവാദിനെ സ്വീകരിക്കാൻ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ റിപ്പോർട്ടറോട്, എനിക്ക് ഈ ആങ്കറോട് ഭയങ്കര ബഹുമാനം തോന്നുന്നു. കാരണം അവർ കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. അയാളെ വെള്ളം കുടിപ്പിക്കുന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവരങ്ങോട്ട് ചോദിക്കുന്നത്. അതിനെനിക്ക് ഇവരോട് ഒരു റെസ്പെക്ട് തോന്നുന്നുണ്ട്. അമ്മാതിരി ചോദ്യങ്ങളും അമ്മാതിരി രീതിയിലാണ് ഇവർ ചോദിക്കുന്നത്. സവാദിന് മാല ഇടേണ്ട ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടും. അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ. നിങ്ങളുടെ പ്രോത്സാഹനമായിരിക്കും രണ്ടാമതും വാഹനത്തിൽ സ്ത്രീകളെ അധിക്ഷേപിക്കാൻ അയാൾക്ക് പ്രചോദനമായതല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ പറയുന്നു, ഇതിപ്പോ എന്താണ് ഇവിടെ തെളിവായിട്ട് കിട്ടിയിട്ടുള്ളത്? അദ്ദേഹം ഏതെങ്കിലും ഇത് പരാതിക്കാരി ആരെന്ന് പോലും വ്യക്തമല്ല. പിന്നെ പരാതിക്കാരി അറിയുന്ന എന്തിനാണ്? വേട്ടയാടാനാണോ? ആ ചോദ്യത്തിൽ കഴമ്പുണ്ട്. കാരണം കഴിഞ്ഞ 2023 ഈ പറയുന്ന പെൺകുട്ടി, ആദ്യത്തെ പെൺകുട്ടി, ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പേര് തന്നെയാണ്. ആ പെൺകുട്ടി കുറേ അധികം സൈബർ ബുള്ളിങ്ങിന് ഇരയായി എന്നുള്ളതാണ്. അതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ആ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഈ വിഷയം സംസാരിക്കുകയും ആ പ്രൊഫൈലിൻ്റെ പേര് വരെ, എൻ്റെ പ്രൊഫൈൽ ഇന്നതാണ് എന്ന് വരെ എടുത്ത് സംസാരിച്ചതിൻ്റെ പേരിലാണ് ആ കുട്ടി സൈബർ ആക്രമണത്തിന് ഇരയായത്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ആ സൈബർ ആക്രമണം എന്ന് പറയുന്നത് കുറേ അധികം നാളുകൾ നീണ്ടു നിന്നു എന്നുള്ളതാണ്. അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി ആ കുട്ടിക്ക് ബാധ്യസ്ഥയാവുന്നു. അതിൻ്റെ പേരിലുണ്ടാവുന്ന കുറേ അധികം ചീത്ത പേരുകൾ, അതിൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചും ഒക്കെ ഈവൻ നമ്മൾ പോലും കാണുമ്പോൾ, അപ്പോൾ ആ ഒരു ഇഷ്യൂവിന് ശേഷം ആ കുട്ടിയെ കാണുന്ന പല വേദികളിലും അതിൻ്റെ ഡ്രസ്സ് വരെ സംസാര വിഷയമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ സവാദിനെ വീണ്ടും അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെയും ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞിരുന്നുവെങ്കിൽ, ഏത് പെൺകുട്ടിയാണ് ഈ കേസ് കൊടുത്തത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, പബ്ലിക്കിൽ പല ആൾക്കാരും ആ കുട്ടിക്കെതിരായിട്ട് തിരിയും. ആ കുട്ടി ബസ്സിനകത്ത് വെച്ച് അതിന് അവസരം കൊടുത്തിട്ടല്ലേ, അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരിക്കലും ഇത്തരം സാഹചര്യങ്ങളിൽ അവരുടെ പേര് വെളിപ്പെടുത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം അവസാനം വാദി പ്രതിയാകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. ബാക്കി നോക്കാം. പരാതിക്കാരിയെ അറിയുന്നത് എന്തിനാണ് നിങ്ങൾ? അല്ല, മുൻപ് ഇതുപോലെ നന്ദിതയോട് ചെയ്തത് ആവർത്തിക്കാനാണോ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, മുൻപ് മസ്താനെ ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിച്ച് വന്നിരുന്നല്ലോ. എന്നിട്ട് ആ കേസ് ഇപ്പൊ എന്തായി? അതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയോ? ഏത് കേസില്? അപ്പൊ നമ്മൾ ഒരാളിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മതിയായിട്ടുള്ള തെളിവുകൾ വേണം, അല്ലെങ്കിൽ കോടതിയിൽ അത് നിലനിൽക്കില്ല. പക്ഷേ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് വ്യക്തത വന്നിട്ടില്ല. പരാതിക്കാരി ആരാണെന്നോ, അത് മസ്താനി അന്ന് മുൻപ് പറഞ്ഞൊരു കേസുണ്ട്, നന്ദിത അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, സവാദിനെ ഏത് വിധേനയും ഇനിയും ജയിലിലാക്കും എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പൊ അജിത് മാമൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന പെൺകുട്ടി, ആദ്യത്തെ കേസിലെ പെൺകുട്ടിയായ ആ കുട്ടി തന്നെ പുതിയൊരു കേസ് ഉണ്ടാക്കിയിട്ട് ഈ സവാദിനെ അറസ്റ്റ് ചെയ്യിച്ചു എന്നാണോ? അല്ല, സവാദ് ഈ സമയത്ത് ബസ്സിൽ കയറുമെന്നും ഇന്ന സീറ്റിൽ ഇരിക്കുമെന്നും ഇന്നയാളുടെ അടുത്തിരിക്കുമെന്നും അല്ലെങ്കിൽ ആ ബസ്സിൽ ഇന്നയാളുടെ അടുത്ത് നിൽക്കുമെന്നൊക്കെ ആ പെൺകുട്ടി മനസ്സിലാക്കിയിട്ട് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തെന്നാണോ അജിത് മാമൻ പറഞ്ഞു വരുന്നത്? ആദ്യം ചെയ്യേണ്ടത് ഇയാളെയൊക്കെ നാട്ടിൽ നിന്ന് ഓടിക്കാണ് വേണ്ടത്. എന്ത് തെറ്റൊരാൾ ചെയ്താലും അതിനെ പുറകെ നടന്ന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ മറ്റവന്മാർ, വാക്ക് വേറെയാണ് പറയേണ്ടത്. എൻ്റെ നാട്ടുകാരനാണെന്ന് പറയാൻ പുച്ഛം തോന്നുകയാണ്. ഇയാളൊക്കെയാണ് പുരുഷന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ടീമുകൾ. ഒരുപക്ഷെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമല്ല എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അപ്പൊ അത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ബസ്സിൽ മോശം പെരുമാറാൻ സവാദിനെ ആരെങ്കിലും പ്രേരിപ്പിച്ചതാണെന്നോ? എങ്ങനെയാണ് അയാൾ ചെയ്ത കുറ്റകൃത്യം മറ്റൊരാളുടെ പ്രേരണയാകുന്നത്? എങ്ങനെയാണ്? അല്ല, ഇതിപ്പോ ഈ ഏതോ ഒരു പെൺകുട്ടിയെ എന്തോ ഇദ്ദേഹം ചെയ്തു എന്ന് പറയുന്നു. ഏതോ ഒരു പെൺകുട്ടി അല്ലല്ലോ ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർ. പെൺകുട്ടിക്ക് പേരും ഉണ്ട്, പെൺകുട്ടിക്ക് നാളും ഉണ്ട്, പെൺകുട്ടിക്ക് ജാതകവും വീടും കുടുംബക്കാരും ഒക്കെ ഉണ്ട്. വട്ടിയൂർക്കാവ് അജിത് മാമ, നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ സവാദിന്റെ വേറൊരു പ്രത്യേകതയുണ്ട്, ആൾ ഭയങ്കര ഒരു അത്ലറ്റാണ്. 2023 ഇഷ്യൂ ഉണ്ടായ സമയത്തും ആശാൻ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. ഇപ്പോഴും ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി ഒളിവിൽ പോവുക ചെയ്തത്. അത് തമിഴ്നാട്ടിൽ പോയിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശരിക്കും മാനസിക രോഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തല്ല് കിട്ടാത്തതിൻ്റെ കുറവാണ്, വേറൊന്നുമല്ല. കാരണം ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ നാടിൻ്റെ ശാപം അതാണ്. ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു കേസ് ഉണ്ടായാൽ അതിനെ പുറകെ പോയി ജാമ്യത്തിലിറക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കും. അതിൽ ക്യൂ നിൽക്കുന്ന ടീമാണ് ഈ പറയുന്ന മാമനൊക്കെ. അപ്പോൾ ആ ഒരു ധൈര്യമാണ് ഇവനൊക്കെ വീണ്ടും വീണ്ടും ഒരേ തെറ്റുകൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ശിക്ഷിക്കപ്പെട്ടാൽ, ഇപ്പോൾ അവൻ അന്ന് ജയിലിൽ കിടന്നു, നല്ല രീതിയിൽ പെരുമാറിയിട്ടാണ് വിട്ടിരുന്നെങ്കിൽ ഇവനത് ആവർത്തിക്കില്ലായിരുന്നു. പക്ഷേ ആ ജയിലിൽ പോയതിനേക്കാളും വലിയ സ്വീകരണമാണ് പുറത്തിറങ്ങിയപ്പോൾ കിട്ടിയത്. വലിയ മൈലേജാണ് കിട്ടിയത്. എന്നാൽ ആ കിട്ടിയ മൈലേജ് കൊണ്ട് മാന്യമായിട്ട് ജീവിക്കണ്ടേ? അവനത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും പിടിക്കപ്പെട്ടു. ഇപ്പോൾ പിടിക്കപ്പെട്ടില്ലെങ്കിൽ ഇവനത് കണ്ടിന്യൂ ചെയ്യും. ഇനി ഇപ്പോൾ ജയിലിനകത്തായി കുറച്ച് ദിവസം കഴിഞ്ഞ് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവനത് കണ്ടിന്യൂ ചെയ്യും. കാരണം അവന് മാറാൻ പറ്റില്ല. ഇത്തരം അസുഖമുള്ള ആൾക്കാർക്ക് ഒരിക്കലും അത് തിരുത്താൻ പറ്റില്ല. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവന്മാരെ പോലെ കുറേ ആൾക്കാർ
ഇനി അജിത് മാമൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അതിനകത്തൊന്നും കഴമ്പില്ല. അതായത് ഏറ്റവും അവസാനം നിവൃത്തിയില്ലാണ്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, സവാദ് തെറ്റുകാരനാണെങ്കിൽ ഞങ്ങൾ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യും, സവാദ് തെറ്റുകാരനല്ലെങ്കിൽ ഇവിടെ ഒരു ഫെമിനിസ്റ്റുകളും വാഴത്തില്ല എന്നൊക്കെ അജിത് മാമൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഫെമിനിസം ഒരു തെറ്റാണോ? ഫെമിനിസം ഒരു തെറ്റല്ല. ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ടീമുകൾ അതിനെ അലമ്പാക്കി വെച്ചേക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. എനിവേ സവാദിന് ജാമ്യം കിട്ടാതിരിക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കുറേ പെൺകുട്ടികളെങ്കിലും മാന്യമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യും. ഒരുപാട് പേര്, ഇപ്പോൾ ഒരു സവാദിൽ തീർന്നില്ല ഇത്, ഒരുപാട് പേര്, ഇപ്പോൾ ബസ് ആയിക്കോട്ടെ ട്രെയിൻ ആയിക്കോട്ടെ, നമ്മളൊക്കെ വിചാരിക്കും ട്രെയിനിൽ യാത്ര സേഫാണെന്ന് വിചാരിക്കും. പക്ഷേ പലപ്പോഴും ട്രെയിനിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ, ആൺ പെൺ വ്യത്യാസമില്ല ഇവിടെ. ഒരാണിരുന്നാൽ പോലും പലപ്പോഴും നമുക്ക് നേരെ പോലും ഉണ്ടായിട്ടുണ്ട് ഇത്തരം നോട്ടങ്ങൾ. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ കണ്ണെടുക്കാതെ നോക്കിയിരിക്കും. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ നോക്കുമ്പോഴേക്കും അവരുടെ കണ്ണ് നമ്മുടെ നേർക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ കണ്ണ് അങ്ങോട്ട് മാറ്റി വയ്ക്കും. ഇങ്ങനെ റാൻഡമായിട്ട് നോക്കി വരുമ്പോഴേക്കും വീണ്ടും അവർ നമ്മളെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്താ ഇതിന് മാത്രം നമ്മളിൽ കാണാനുള്ളതെന്ന് എനിക്കറിയത്തില്ല. അതാണ് കോമഡി. ഇതൊക്കെ നാട്ടിൽ ഒഴിവാവണമെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമം കുറച്ചുകൂടെ സ്ട്രോങ് ആവണം. പിടിക്കപ്പെടുന്നവർ നന്നായിട്ട് ശിക്ഷിക്കപ്പെടണം. ശിക്ഷയുടെ കാഠിന്യം കുറയുന്നതുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായം പറയേണ്ട സമയമാണ്. നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതുപോലെ ബസ്സിൽ അതിക്രമങ്ങൾ അല്ലെങ്കിൽ ബസ്സിൽ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതിയിടാം. നിങ്ങൾക്ക് അറിയുന്നവർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതിയിടാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. നമുക്ക് വീണ്ടും കാണാം.